വ്യത്യസ്തമായ ഒരു ബെഡ്റൂമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ബെഡ്റൂം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു ആർക്ക് ഷേപ്പിലുള്ള ഒരു ബെഡ്റൂമാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇതിന്റെ റൂഫാണ്. റൂഫ് ഒരു ആർക്ക് ഷേപ്പിൽ കൊടുത്തത് മാത്രമല്ല, ഒരു എക്സ്പോസർ ആയിട്ടുള്ള പ്ലാസ്റ്ററിങ് ക്ലിയർ ഒന്നും അടിക്കാതെ തന്നെ അതേ ഫിനിഷിങ് ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. മറ്റൊന്ന് വെറൈറ്റി ആയിട്ടുള്ള കളർ ഗ്ലാസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ്. ഫ്ലോറിങ്ങിൽ മണ്ണാണ്, വാളിൽ മണ്ണാണ്, സീലിംഗിലാണെങ്കിൽ കോൺക്രീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബെഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഡൗൺ ആയിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റ് ബെഡാണ് കൊടുത്തത്. ഇവിടെ എൻ്റർലി ഡിഫറെന്റ് കാഴ്ചയുള്ള ഈ ഒരു സ്റ്റെയറിന്റെ ഒരു കാഴ്ചയാണ്. കിഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെയർ ആണ്. പക്ഷെ അതിന്റെ അടിയിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കംപ്ലീറ്റ് നാച്ചുറൽ വുഡാണ്. ഇതുവഴി നമ്മൾ എത്തുന്നത് ഒരു കിഡ്സിന്റെ സ്റ്റഡി ഏരിയയിലോട്ടാണ്. ഇവിടെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കാണേണ്ടത് ഒരു കസ്റ്റമൈസ്ഡ് കിഡ്സ് ടേബിൾ ഉണ്ട്. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു 3 ഡ്രോവറൊക്കെ കൊടുത്ത് നല്ല രീതിയിലൊരു ടേബിൾ ഉണ്ട്. ഇവിടെയും നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോറിംഗ് ആണ് അപ്പോൾ ഇതിൽ. ഈ ഒരു ഭാഗത്തും ഒരു ഡോർ, ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ടുള്ള ഈ ഗ്ലാസ്സുകൾ ഈ ബെഡ്റൂമിന് മറ്റൊരു ഫീൽ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട്സിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.